ഇനി നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ 5 F-16 വിമാനങ്ങൾ ഇന്ത്യ തകർത്തുവെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞിരുന്നു. ജാക്കോബാഗ് എയർബേസിലെ ഹാങ്ങറിലേതടക്കം 7 വിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടമായി എന്ന വാർത്ത കൂടി വരികയാണ്. ഭീകരകേന്ദ്രങ്ങൾ പാകിസ്ഥാന്റെ എത്ര ഉള്ളിലാണെങ്കിലും തകർക്കാനുള്ള ശേഷി വ്യോമസേനയ്ക്കുണ്ട്. ചൈനീസ് അതിർത്തിയിലെ വെല്ലുവിളി നേരിടാൻ ആ മേഖലയിൽ പുതിയ എയർബേസുകളടക്കം വികസിപ്പിക്കുന്നുണ്ടെന്നും AP സിംഗിന്റെ പ്രതികരണം വന്നു. Kilometers. It will go down in the history, that longest kill that we achieved of more than 300 kilometers by that. And it seriously curtailed their activities. The indigenously integrated weapons were used, long-range weapons were used with good precision and, pan front, about 1,200 kilometers of border front and deep inside enemy territory up to almost 200 plus kilometers inside. We were able to strike with precision, trying our best not to have any casualties from civilian side. We were able to bring them to their knees in, actually speaking, one night of intensive operations. അങ്ങനെ പുതിയ പ്രതികരണങ്ങൾ കൂടി വരികയാണ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി. അപ്പോഴും വീണ്ടും ഇങ്ങനെ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കണം. ന്യൂസ് ഡെസ്കിൽ നിന്നും ദിവിഷ് മണി ചേരുന്നുണ്ട്. ദിവിഷ്, ഈ നമ്മളെത്രയോ സമയം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു ഈ സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സേനാ മേധാവികൾക്ക്, പ്രത്യേകിച്ച് വ്യോമസേനയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട തസ്തികയിൽ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് വീണ്ടും ഇതായിരുന്നു പ്രഹരശേഷി എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന വേളയിൽ അതിനുശേഷമൊക്കെ നമ്മുടെ സൈനിക തലത്തിലുള്ളവർ ഒക്കെ കൃത്യമായി, അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ പ്രതിനിധികളൊക്കെ കൃത്യമായി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചെന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, ക്രിക്കറ്റ് കളിക്കാൻ നേരത്ത് വരെ ഇവർ 6-0 തുടങ്ങിയ ഇവരുടെ കുറേ പ്രകടനങ്ങൾ നമ്മൾ കണ്ടാണ്. അപ്പോൾ പരമാവധി ഇന്ത്യക്ക് എന്തൊക്കെയോ സംഭവിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ ഞങ്ങൾ എന്തൊക്കെയോ തകർത്തു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു വിഫല ശ്രമം അവരിങ്ങനെ അവരൊരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആണെങ്കിലും പാകിസ്ഥാൻ സൈനിക മേധാവി ആണെങ്കിലും ഒക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ UN ജനറൽ അസംബ്ലിയിൽ നമ്മുടെ പെറ്റൽ ഗെഹ്ലോട്ട് അതിന് കൊടുത്ത മറുപടി, തകർന്നു കിടക്കുന്ന റൺവേകളും കുഴി വീണ റൺവേകളും തകർന്ന കത്തി തരിപ്പണമായ വിമാനങ്ങളൊക്കെയാണ് നിങ്ങളുടെ വിജയചിഹ്നമായി നിങ്ങൾ കരുതെങ്കിൽ ആസ്വദിച്ചോളൂ എന്ന് നമ്മൾ പറഞ്ഞാണ്. പക്ഷേ പിന്നെയും ഇത് തുടരുമ്പോഴാണ് നമ്മുടെ എയർ ചീഫ് മാർഷലിന് AP സിംഗിന് ഇത് പറയേണ്ടി വരുന്നത്. നമ്മളെങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ. അല്ല, അവരുടെ പറയും, നമ്മൾ പറയാനുള്ള പറഞ്ഞു എന്ന്, പിന്നെ അവർ ഈ കൂടുതൽ ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ പറയുമ്പോൾ നമുക്കത് ഇതാണ് സംഭവിച്ചതെന്ന് പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തിന് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്ന് പോലും ചിലപ്പോൾ തോന്നാം. പക്ഷേ പറയുന്നതിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ 7 വിമാനങ്ങൾ വരെ തകർത്തിട്ടുണ്ടാകുമെന്ന്. അതായത് F-16 അമേരിക്കയുടെ ഏറ്റവും വലിയ അഭിമാന വിമാനങ്ങളാണ് പാകിസ്ഥാൻ കൊണ്ടുനടക്കുന്നത്. J-17 ചൈനീസ് നിർമ്മിതമായ ഏറ്റവും അത്യാധുനിക വിമാനം എന്ന് കരുതുന്നത് J-17. ഇപ്പോൾ 5 F-16 അല്ലെങ്കിൽ F-16 പ്ലസ് J-17 2 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ തകർത്തിട്ടുണ്ട്. ഒപ്പം ഈ വിമാന രീതിയിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനമുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അതിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന സ്വീഡൻ നിർമ്മിതമായ SAB 2000, ഒപ്പം തന്നെ ചൈനയുടെ കാർക്കോണം ഈഗിൾ എന്ന് പറഞ്ഞ 2 വിമാനങ്ങളാണ് പാകിസ്ഥാൻ്റെ കൈവശമുള്ളത്. അതിൽ ഏതാണ് തകർക്കപ്പെട്ടതെന്നറിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ച് 300 കിലോമീറ്റർ ഉള്ളിലേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അത് സത്യം പറഞ്ഞാൽ ഈ യുദ്ധ സംവിധാനങ്ങൾ വെച്ച് നോക്കിയാൽ ഒരു റെക്കോർഡാണ്. അത്രയും വലിയ വിമാനത്തെ 300 കിലോമീറ്ററിൽ നിന്ന് നമ്മൾ ലക്ഷ്യം വെച്ച് നമ്മൾ തകർത്തിരിക്കുന്നു. ഒപ്പം അവരുടെ റഡാർ സംവിധാനങ്ങൾ, ഇപ്പോൾ അന്ന് തന്നെ ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞാണ് പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ 20%, അതായത് അവരുടെ മുൻനിര ഫുൾ ഫിനിഷ്ഡ് ആയിരുന്നു. അവർക്ക് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ശേഷി അവിടെ ഇല്ല എന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷേ പാകിസ്ഥാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെയാണ് ചെയ്തതെന്ന് അവരോട് ഒന്നുകൂടി പറയേണ്ട ആവശ്യമില്ല. ഇനി പറ അല്ല, പാകിസ്ഥാൻ ഇങ്ങനെ നുണക്കഥകൾ പ്രചരിപ്പിക്കാതെ അവരുടെ ശീലമാണ്, കാലങ്ങളായിട്ടുള്ളതാണ്. ക്രിക്കറ്റിൽ പോലും നമ്മൾ അതിന് നമ്മളുടെ ബുംറയൊക്കെ കൊടുത്ത മറുപടിയും എല്ലാവരും കണ്ടതാണ്. എങ്ങനെയാണ് വിമാനം വീഴുന്നത് നമ്മൾ തിരിച്ചു പറഞ്ഞു കൊടുത്തു. രാജ്നാഥ് സിംഗ് കൊടുത്ത ഒരു ശക്തമായ മറുപടിയുണ്ട്. അതെ. അപ്പോൾ ഇത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്ര ഒരു തെറ്റായ നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമം തുടരും. അതുകൊണ്ട് നമുക്ക് പറയേണ്ടി വരുന്നു, നാട്ടുകാർക്കൊക്കെ മനസ്സിലായതാണ്, ലോകത്തിന് മനസ്സിലായതാണ്, പാകിസ്ഥാൻ എണീക്കാൻ പറ്റാത്ത വിധം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർന്നടിഞ്ഞാണ് നമ്മുടെ വ്യോമ പ്രതിരോധ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ സർക്കാർ പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട്, ഒരു റീലുണ്ട്. അതായത് രാമായണവും ചേർത്താണ് എങ്ങനെയാണ് യുദ്ധതന്ത്രങ്ങൾ, എങ്ങനെയാണ് ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ മാറുന്നത്, എങ്ങനെയാണ് നമ്മൾ വ്യോമ പ്രതിരോധം തീർക്കുന്നതെന്നൊക്കെ ചേർത്തുള്ള ഒരു റീൽസ് കഴിഞ്ഞ
ദിവസം കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അതിലൂടെയൊക്കെ അറിയാം എങ്ങനെയാണ് നമ്മൾ പ്രതിരോധ മേഖലയിൽ കുതിപ്പ് നടത്തുന്നത്. അതിൻ്റെയൊക്കെ ഞങ്ങളിതൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറഞ്ഞേക്കും. തീർച്ചയായും അതാണ് അങ്ങനെ ഒരിക്കൽ കൂടി വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്നു വ്യോമസേന മേധാവിക്ക്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കേട്ടത്. അതിന്മേലുള്ള വിശദീകരണമാണ് ദിവീഷ് മണി കൂടുതലായി എന്തൊക്കെയാണ് വിശകലനങ്ങൾ എന്ന് നടത്തിയത്.